വിജയ നമസ്കാരം. നമസ്കാരം. വെസ്റ്റ് ബംഗാളിൽ BJP ശക്തമായ രീതിയിൽ പണി തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സുവേന്ദു അധികാരി പറഞ്ഞത് ബിജെപി കേട്ട് കാണും. എനിക്ക് വോട്ട് ചെയ്തത് ഹിന്ദുക്കൾ മാത്രമാണ്, മുസ്ലിങ്ങൾ ആരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്തില്ല, ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്നാണ് സുവേന്ദു അധികാരി പറഞ്ഞത്. ഇത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് ബിജെപിയോടുണ്ട്. കാരണം സുവേന്ദു അധികാരി വെസ്റ്റ് ബംഗാളിന്റെ ഒരു ആസ്പെക്ട് നോക്കുമ്പോൾ ശരിയായിരിക്കാം. കാരണം സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ആ ഒരു മുദ്രാവാക്യത്തെ ആദ്യമായി എതിർത്ത ഒരു മനുഷ്യൻ സുവേന്ദു അധികാരിയാണ്. അന്ന് അമിത്ഷാ സുവേന്ദു അധികാരിയെ അടിച്ച് ഷെഡി കയറ്റിയതാണ്. അന്ന് പറഞ്ഞു നരേന്ദ്രമോദി പറയുന്നതിനെ എതിർക്കരുത് എന്ന് പറഞ്ഞ് ശക്തമായി വിയോജിപ്പ് സുവേന്ദു അധികാരിയോട് പറഞ്ഞു. പക്ഷെ സുവേന്ദു അധികാരി ഇപ്പോൾ ബംഗാൾ വിജയിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതേ കാര്യം സുവേന്ദു അധികാരി വീണ്ടും പറയുകയാണ്. അതിന്റെ കൂട്ടത്തിൽ മമതാ ബാനർജി ബംഗാളിൽ ഞാൻ തോറ്റിട്ടില്ല എന്ന് പറയുകയാണ്. ഞാൻ തോറ്റിട്ടില്ല, ധാർമ്മികമായിട്ടുള്ള വിജയം എനിക്കാണ്, അതുകൊണ്ട് ഞാൻ ഇറങ്ങില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ മാസാണ്. കാരണം അദ്ദേഹം വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞു, തലസ്ഥാനവും വിട്ടു. അങ്ങനെ റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇപ്പോ കൊൽക്കത്തയിലടക്കം വലിയ JCB കൊണ്ടുവന്ന് ഇറക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒരുപാട് ആൾക്കാർ പലായനം ചെയ്യുന്നു എന്ന് പറയുന്നു. അവിടെയുള്ള DCPയെ അന്വേഷിച്ച് BJP പ്രവർത്തകർ ഇറങ്ങിയിട്ടുണ്ട്. അയാൾക്കെതിരെ ഭൂമി തട്ടിപ്പടക്കമുള്ള ഇതിന് കേസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ബലാത്സംഗ കേസുകളിലെ ഫയലുകൾ തുറക്കുന്നു. എല്ലാം വളരെ സ്പീഡിലാണ് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ത് തോന്നുന്നു, എന്തായിരിക്കും ബംഗാളിന്റെ ഇനി അങ്ങോട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്? ഇവിടെ സുഡാപ്പികൾ നിലവിളി തുടങ്ങി, അറിഞ്ഞല്ലോ വിജേട്ടൻ. അവര് പറയുന്നത് ബംഗാളിൽ BJP കയറി കണ്ടില്ലേ, അത് നരകമായി മാറുന്നു എന്നാണ് പറയുന്നത്. 2021 എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇവരൊന്ന് പഠിക്കുന്നതും അന്വേഷിക്കുന്നതും നല്ലതായിരുന്നു. അന്ന് ഇവിടെ നിലവിളിക്കേണ്ട ആവശ്യം ഇവർക്കില്ല. കാരണം അന്ന് മരിച്ചുകൊണ്ടിരുന്നതെല്ലാം ഹിന്ദു സ്ത്രീകളും ഹിന്ദുക്കളുമാണ് എന്നുള്ളതാണ്. അതിന്റെ ഇടയിൽ വിജേട്ട നമ്മുടെ സായ് ദീപക് ഉണ്ടല്ലോ, സായ് ദീപക്, പുള്ളിക്കാരൻ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്, ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. ഒരു വാർത്ത ഞാൻ കേട്ടു. അതായത് TMC ജയിക്കുകയാണെങ്കിൽ ഹിന്ദു സ്ത്രീകളെ ഗ്യാങ് റേപ്പ് ചെയ്യാനായിട്ട് അവിടെ കൂട്ടത്തോടു കൂടി മുറികൾ ബുക്ക് ചെയ്തു TMC ഗുണ്ടകൾ എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അവന്മാരെല്ലാം ഇപ്പൊ അടികൊണ്ട് ഓടുകയാണ്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേന്ദ്രസേന അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് TMCക്കാണ്. എന്ത് തോന്നുന്നു? ഇപ്പോൾ ഇതില് ധനുഷ് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഈ സുവേന്ദു അധികാരി അങ്ങനെ പറഞ്ഞത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ബൈറ്റ് കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ബൈറ്റ് തന്നെയാണത്. അതിപ്പോ ഈ ആൾക്കാർ വ്യാജ വാർത്തയൊന്നുമല്ല. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നന്ദിഗ്രാമിൽ എന്നെ ജയിപ്പിച്ചത് ഹിന്ദുക്കളാണ്, ഒറ്റ മുസ്ലിം പോലും എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഈ മണ്ഡലത്തിൽ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമേ ചെയ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, ഭവാനിപ്പൂരിൽ എന്നെ ജയിപ്പിച്ചത് CPM-കാരാണ്, സഖാക്കളാണ് എന്നുകൂടി അദ്ദേഹം പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, 24 മണിക്കൂറിനകം TMC ബംഗാളിൽ തീരുകയാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം അനവധി ബുൾഡോസറുകളാണ് ബംഗാളിന്റെ പല ഭാഗത്തേക്കും എത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ടതൊന്ന്, കൊൽക്കത്തയിലെ ന്യൂ മാർക്കറ്റിലെ വന്നിട്ട് ബുൾഡോസർ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ഓഫീസ് ഇടിച്ചു നിരത്തി. ഓഫീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ സ്ഥലങ്ങളെല്ലാം തൃണമൂൽ ഓഫീസ് നിൽക്കുന്ന എല്ലാം അനധികൃതമായി ഭൂമി കൈകാര്യ ഓഫീസുകളാണ്. ഓഫീസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ പ്രേക്ഷകർ കുറച്ചു പേരെങ്കിലും കരുതും ഈ BJP-യുടെയും CPM-ന്റെയും കേരളത്തിലെ ഓഫീസ് പോലെയാണെന്ന്. അല്ല, ഈ ഓഫീസുകളൊക്കെ ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ്. ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഇവരതിന്റെ സൈഡിലൊക്കെ കടമുറി കെട്ടും. ഏതെങ്കിലും ഒരു പാർട്ടി, ആ ഭാഗത്തെ പാർട്ടി ഗുണ്ടകളും പാർട്ടിക്കാരും കൂടെ ചേർന്നിട്ടാണ് ഈ കടമുറികൾ മുഴുവൻ നടത്തുന്നത്. ഓഫീസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംവിധാനമാണ്. ഇതൊക്കെ എല്ലായിടത്തും ഇതിലേക്കുള്ള ഹോട്ടൽസ് ഉണ്ട്, റൂമുകളുള്ള ഹോട്ടൽസ് ഉണ്ട്, താമസിക്കാൻ പറ്റുന്ന ഹോട്ടൽസ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് വ്യാപകമായ രീതിയിൽ കൈയേറ്റങ്ങളെല്ലാം ഒഴിപ്പിച്ചു. ഇത് എത്ര പെട്ടെന്ന് BJP-ക്ക് എങ്ങനെ സാധിച്ചു എന്ന് വെച്ചാൽ, BJP അധികാരത്തിൽ കയറുമെന്ന് അവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അവർ കംപ്ലീറ്റ് അനധികൃത കൈയേറ്റങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ അവർ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു. ഇത് അവർ പരസ്യമായിട്ട് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ എവിടെയൊക്കെയാണ് കുടിയേറിയമാർ താമസിക്കുന്നത്, എവിടെയൊക്കെയാണ് ഗുണ്ടകൾ താമസിക്കുന്നത്, നേരത്തെ തന്നെ സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അധികാരത്തിൽ നിന്ന് മമത പോയതിന് തൊട്ട് പിന്നിൽ അവർക്ക് ഇത്ര പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെയാണ് അഭിഷേക് ബാനർജി, തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി ഇന്നലെ പറഞ്ഞത്, ഞങ്ങളുടെ 400ഓളം ഓഫീസുകൾ ബംഗാളിലുടനീളം BJP തകർത്തു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ശരിയായിരിക്കും, 400 ഇല്ലെങ്കിൽ പോലും അതിനടുത്തൊക്കെ ചിലപ്പോൾ സംഖ്യ തകർത്തിട്ടുണ്ടാകാം. അതിനകത്തൊന്നും ഒരു വിഷമവും തോന്നുന്നില്ല. കാരണം ഇവർ 15 വർഷമായിട്ട് അവിടെ മറ്റു പാർട്ടികളോട് ചെയ്തില്ല. എന്തുകൊണ്ടാണ് സഖാക്കൾ മമതയ്ക്ക് വേണ്ടിയിട്ട് കരയാത്തത് ഫേസ്ബുക്കിൽ? കാരണം അടികൊണ്ട് നാശമായത് മുഴുവൻ ഈ സഖാക്കന്മാരാണ് ബംഗാളിൽ. കോൺഗ്രസ് മിണ്ടത്തില്ല. പിന്നെ ആകെ കരയുന്ന സുഡാപ്പികൾ മാത്രമല്ല. കാരണം അവർ ഇപ്രാവശ്യം മമതയുടെ കൂടെ ആയിരുന്നല്ലോ. അപ്പം അത് പോയി. അപ്പം അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ ഇവിടെ മലയാള മാധ്യമങ്ങൾ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. അത് പകുതിയേ ഉള്ളൂ സത്യം. ഇവർ പ്രചരിപ്പിക്കുന്നത് മാംസക്കടകൾ മുഴുവൻ BJP-ക്കാർ തകർക്കുന്നു എന്നുള്ളതാണ്. ഇത്
തികച്ചും തെറ്റാണ്. പൂർണ്ണമായ വാർത്തയല്ല. സംഭവം ശരിയാണ്. മാംസക്കടകൾ BJP-ക്കാർ തകർത്തു, മത്സ്യ മാർക്കറ്റുകൾ BJP-ക്കാർ തകർത്തു എന്നുള്ളത് വാർത്ത സത്യമാണ്. പക്ഷെ അതിന്റെ അടുത്ത ഭാഗം കൂടി നിങ്ങൾ കേൾക്കണം. അനധികൃതമായി റോഡിന്റെയും മറ്റും ഇരുവശങ്ങളിലും സ്ഥലം കയ്യേറി ബംഗ്ലാദേശിൽ നിന്ന് വന്നവരുടെ മെയിൻ ബിസിനസ് ബംഗാളിൽ, വെസ്റ്റ് ബംഗാളിൽ ഈ മാംസ കച്ചവടമാണ്. അനധികൃതമായിട്ടാണ് വഴിയേരികൾ മുഴുവൻ, റോഡുകൾ മുഴുവൻ കയ്യേറിയിട്ടാണ് ഈ സ്റ്റാളുകൾ വെച്ചിരിക്കുന്നത്. ഇത് പൊളിക്കുമെന്ന് അമിത്ഷാ മുമ്പ് പ്രചരണ സമയത്ത് പറഞ്ഞു. അപ്പം മമത അത് വളച്ചൊടിച്ചു. മമത പറഞ്ഞത് BJP അധികാരത്തിൽ വന്നാൽ ബംഗാളികൾക്ക് മത്സ്യവും മാംസവും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് നരേന്ദ്രമോദി ഈ മത്സ്യമാംസാദികൾ നിവേദിക്കുന്ന ക്ഷേത്രത്തിലേക്ക് പോകേണ്ടി വന്നു. പക്ഷെ അന്ന് അമിത്ഷാ പറഞ്ഞ അങ്ങനെ ആയിരുന്നില്ല. ഈ അനധികൃതമായി നിങ്ങൾ കയ്യേറി സ്ഥാപിച്ചിരിക്കുന്ന ഈ മത്സ്യമാംസ മാർക്കറ്റുകൾ ഞങ്ങൾ ഇല്ലാതാക്കുന്നതാണ്. അതെന്തായാലും അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അല്ലാതെ ബംഗാളിൽ എങ്ങും മാംസം കിട്ടാത്ത ഒരു സ്ഥലവും ഇല്ല. ബംഗാളികൾ മാംസവും മത്സ്യവും കഴിക്കുന്നവരാണ്. പൂജയ്ക്ക് പോലും അത് ഉപയോഗിക്കുന്നവരാണ്. കാരണം ഹിന്ദു ആചാരങ്ങളിൽ ചില വിഭാഗങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. മദ്യവും മാംസവും ഒക്കെ നിവേദിക്കാറുണ്ട്. അങ്ങനെ തന്നെ ഇവിടെ ബംഗാളിലുമുണ്ട്. അത് മറ്റൊരു കാര്യം. അതാണ് ഇത്. അപ്പൊ വാർത്ത സത്യമാണ്. പകുതി വെന്ത വാർത്തയാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇനി മറ്റൊന്ന് വന്നു കഴിഞ്ഞാൽ ഈ ബംഗാളിന്റെ ബോർഡറുകളെല്ലാം ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ധനുഷേ. അതായത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാപിച്ച ചെക്ക് പോസ്റ്റുകൾ. അതായത് സർക്കാരിന്റെ പോലീസിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാകും. അതിനപ്പുറം ഇപ്പുറം ഈ സഖാക്കന്മാർ ഇരിക്കുകയാണ്. 20 രൂപ മുതലാണ്. ഇന്നലെ ഒരു ലോറിക്കാരന്റെ ബൈറ്റ് അവിടെ കേട്ടു. അദ്ദേഹം പറയുന്നത് ബംഗാളിൽ നിന്ന് ആസാമിലേക്ക് ചരക്കുമായി പോയാൽ, ഇല്ലെങ്കിൽ ആസാമിൽ നിന്ന് ബംഗാളിലേക്ക് ചരക്കുമായി വന്നാൽ ഈ വഴി അരികിൽ ഈ ഗുണ്ടാ പാർട്ടികൾക്ക് ഞങ്ങൾ 20 രൂപ മുതൽ 3000 രൂപ വരെ കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ ചരക്ക് അതിർത്തി കടന്ന് ഇങ്ങ് എത്താറുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു സുന്ദരമായ വാക്കുണ്ട്. അദ്ദേഹം പറയുന്നു, UP-യിൽ പ്രശ്നമില്ല, ബീഹാറിൽ പ്രശ്നമില്ല, ത്രിപുരയിൽ പ്രശ്നമില്ല, ആസാമിൽ പ്രശ്നമില്ല, ആകെ പ്രശ്നമുള്ളത് ബംഗാളിലാണ്. ഇപ്പൊ ബംഗാളിലെ പ്രശ്നം തീർന്നു. ഞങ്ങൾ ലോറി ഡ്രൈവർമാർ ഹാപ്പിയാണ്. ഇന്ത്യയിൽ എവിടെയും പോവാം. മോദിജിയാണ് ഇത് ഒരുക്കി തന്നത്. എങ്ങും പ്രൈവറ്റ് ടോളില്ല. ടോളല്ല, ഒരു കസേരയിട്ട് തൃണമൂൽ കോൺഗ്രസ് ഇരിക്കുന്നു. ബൈക്കിൽ പോകുന്ന ഒരുത്തിന് അവിടെ തടഞ്ഞു വരുന്നു. എവിടെ പോകുന്നു? ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു. 20 രൂപ അടച്ചിട്ട് വെക്കും. ഒന്നുമില്ല, റെസിപ്റ്റ് ഒന്നും. ഇത് പാർട്ടിക്കാരാ. ഇന്നലെ ടോൾ ബൂത്തുകളാണ് നാഷണൽ മീഡിയാസ് മുഴുവൻ കാണിച്ചുകൊണ്ടിരുന്നത്. കാര്യമായി കിടക്കുന്ന ടോൾ ബൂത്തുകൾ. എന്നാൽ BJP-ക്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടോൾ സർക്കാരിന് ടോളേ ഉള്ളൂ, അല്ലാതെ ഇവിടെ വേറെ പാർട്ടിക്കാർക്ക് ഗുണ്ടകൾക്ക് ടോളില്ല. വിട്ടോളാൻ പറഞ്ഞു വണ്ടി. എല്ലാവരും ഹാപ്പിയായി. അത് അവിടുത്തെ ഒരു വലിയ ഇതാണ്. പിന്നെ ഒരു ക്ഷേത്രമല്ല അവിടെ പൂട്ടിക്കിടന്നത്. അനവധി ക്ഷേത്രങ്ങൾ പൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ ക്ഷേത്രങ്ങൾ ഓരോന്നായി തുറക്കുകയാണ്. ഇവിടെ എന്ത് തെറ്റാണ് BJP-ക്കാർ ചെയ്യുന്നതെന്നാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത്. അവരുടെ ആരാധന സ്വാതന്ത്ര്യം മുടക്കി 15 വർഷമായിട്ട് പൂട്ടിയിട്ട ക്ഷേത്രങ്ങൾ തുറക്കുന്നതാണ് അവർ ചെയ്യുന്ന തെറ്റ്. അനധികൃതമായിട്ട് റോഡിന്റെ ഇരുവശവും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതാണ് അവർ ചെയ്യുന്ന തെറ്റ്. തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസുകൾ അനധികൃതമായി കയ്യേറിയെടുത്ത് പൊളിപ്പിക്കുന്നതാണ് ഒരു തെറ്റ്. പിന്നെ ഹിന്ദുക്കൾ മാത്രമാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി ചങ്കൂറ്റത്തോടെ വിളിച്ചു അയാൾക്ക് കൈയടിക്കുകയാണ് വേണ്ടത്. പലരും പറയാൻ മടിക്കുന്നത് അയാൾ ചങ്കൂറ്റത്തോടെ പറഞ്ഞു എനിക്ക് അവരാണ് വോട്ട് ചെയ്തത്. കറക്റ്റാണത്. അങ്ങനെ പറഞ്ഞത് എന്താണ് തെറ്റ്? കേരളത്തിൽ പോലും പറയുന്നില്ലേ ന്യൂനപക്ഷമാണ് ഞങ്ങളെ വിജയിപ്പിച്ചത്, ന്യൂനപക്ഷമാണ് ഈ സർക്കാരിനെ നിലനിർത്തുന്നതെന്ന് പറയുമ്പോൾ ഹിന്ദുവാണ് എന്നെ നിർത്തിയത് എനിക്ക് വോട്ട് ചെയ്തതെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ, ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ, ജയിച്ച ഒരാളുണ്ടെങ്കിൽ അയാളാണ് ഹീറോ എന്ന് തന്നെ ഞാൻ പറയും. എന്തിനത് മറച്ചു വെക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്ന കാര്യം. അപ്പൊ അത് മറച്ചു വെക്കുമ്പോഴാണ് നമുക്കൊരു ജാഗ്രത തോന്നുന്നത്. അത് മറച്ചു വെക്കാതെ ഓപ്പൺ ആയിട്ട് പറയുക. അപ്പം ഇതാണ് അതിനകത്ത് ഒരു കാര്യം. ഈ രണ്ടാമത്തെ കാര്യം, ഇതിനകത്തൊക്കെ 5 പേർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. സ്വാഭാവികമായി സംഘർഷങ്ങൾ കൊല്ലപ്പെടാറുണ്ട്. അതിനകത്ത് ഒട്ടും തന്നെ നമുക്ക് വിഷമം തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ 15 കൊല്ലമായിട്ട് BJP അതിനു മുൻപ് CPM അനുഭവിച്ച ഒരു ഇരുണ്ട യുഗമുണ്ടായിരുന്നു. ആയിരക്കണക്കിന് പേരെ ചുട്ടുകൊന്നു, കെട്ടിത്തൂക്കി പച്ചയ്ക്ക് എത്രയോ സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തിരിക്കുന്നു. അതുകൂടാതെ തന്നെ ഈ അസാമിലേക്ക് പലായനം ചെയ്ത 1.25 ലക്ഷത്തോളം ഹിന്ദുക്കളുണ്ട്. ഈ ഗുണ്ടകളുടെ ശല്യം വീടിനൊക്കെ നിരത്തി പിടിച്ച് തീയിടുകയായിരുന്നു. ഇത്തവണ ഈ തൃണമൂൽ കോൺഗ്രസ് തിരിച്ചു വന്നു കഴിഞ്ഞാല് ഈ ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ റൂമുകൾ വരെ അവിടെ തൃണമൂലിന്റെ ഗുണ്ടകൾ ബുക്ക് ചെയ്തിരുന്നു. ആ ഗുണ്ടകളെ തല്ലുന്ന ഒരു തെറ്റാണോ? പ്രേക്ഷകർ പറയൂ, അത് തെറ്റാണോ? അവരെ മുളകരച്ച് കെട്ടി തൂക്കുമെന്ന് തല കീഴായിട്ട്. അതെ അതെ, അത് തെറ്റാണോ? അല്ല. ഇനി തല്ലുന്ന കൂട്ടത്തിൽ ഒരു തല്ലിക്കൊണ്ട് ചത്താലത് തെറ്റാണോ? അല്ല. അവനൊക്കെ ചാകേണ്ടവൻ തന്നെയാണ്. കാരണം ഈ സ്ത്രീകളെ വഴിക്കാണ് സ്ത്രീകളെ പോലും പിടിച്ചുകൊണ്ട് കൂട്ടബലാത്സംഗം ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് അത്. ബീഹാറിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല. ഇതേ രീതിയിൽ നടക്കുന്നു. അതൊന്നും ആലോചിച്ച് നോക്കും. നേരത്തെ പരസ്യം ചെയ്യുകയാണ്. അതിനകത്ത് മറ്റേ ഒരു ജഹാംഗീർ ഖാൻ, ഇദ്ദേഹമാണ് അവിടുത്തെ വലിയ ഗുണ്ട്. ഇദ്ദേഹം അറിയപ്പെടുന്ന എങ്ങനെയാണെന്ന് അറിയാം. അവിടെ പുള്ളിയെ വിശേഷിപ്പിക്കുന്നത് പുഷ്പ എന്ന് പറഞ്ഞിട്ടാണ്. ഒരു സിനിമ ഇറങ്ങിയല്ലോ പുഷ്പ എന്ന് പറഞ്ഞ സിനിമ. പുഷ്പ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഇത് ചെയ്യുന്നത്. ഇന്നത്തെ ജനങ്ങളോട് ചോദിക്കും, ജനങ്ങൾ പറഞ്ഞ പുഷ്പയൊക്കെ ഇപ്പൊ എവിടെ പോയത്? ഈ പുഷ്പയാണ് കഴിഞ്ഞ ദിവസം യോഗിയുടെ അവിടെ നിന്ന് DGP കയറിട്ട് കെട്ടി വലിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പൊ ജനം കെട്ടി വലിച്ചോണ്ട് വീട് ജനങ്ങള് തല്ലിപ്പൊളിച്ചു, വീട്ടിൽ കാവി പെയിന്റ് അടിച്ചു.
അടിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗുണ്ടായുസം കൊണ്ട് നിലനിൽക്കാൻ പറ്റത്തില്ല എന്ന് ഇപ്പൊ തൃണമൂലിന് മനസ്സിലായിട്ടുണ്ട്. അതായത് അടിക്ക് നല്ല തിരിച്ചടികൾ. കാരണം ഇത് ഒരു 2 പതിറ്റാണ്ടിലേറെ കാലമായിട്ട് ഒരു വിശ്വാസ സമൂഹം, ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന ദുരിതം, ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ അനുവദിക്കുന്ന ദുരന്തം. ഇതിനെതിരെ കോൺഗ്രസ് എന്തെങ്കിലും ഉണ്ടാകാൻ പറ്റുമോ? ഇതിന് BJP ജയിച്ചത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് അവിടെ ഓഫീസ് തുറക്കാൻ പറ്റിയത്. CPM-കാർക്ക് തലയുയർത്തി ഒരു പ്രകടനം നടത്താൻ ഓഫീസ് തുറക്കാൻ പറ്റുന്നത് BJP ജയിച്ചത് കൊണ്ടാ. ഇല്ലെങ്കിൽ പറ്റുമായിരുന്നു. ഇത്ര നാൾ എവിടെയായിരുന്നു? ഒരു മാളത്തിലല്ലായിരുന്നു. അപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവർക്ക് ഇവിടെ വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. ഇപ്പോൾ ഈ മരണത്തിലും കലാപത്തിലും ദുഃഖിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട പണി ഒരു 15 വർഷത്തെ ബംഗാളിന്റെ വാർത്തകൾ നാഷണൽ ന്യൂസിൽ കാണും. അവിടെ നിന്ന് എടുത്ത് വായിച്ചു നോക്കണം എത്ര പേരെയാണ് കൊന്നത്. ഇല്ലെങ്കിൽ ന്യൂസ് ഇന്ത്യ മലയാളത്തിലെ പഴയ വാർത്ത കണ്ടാൽ മതി. ഞങ്ങൾ കൃത്യമായി ബംഗാൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ്. ഞങ്ങളുടെ ചാനലെടുത്ത് നോക്കിയാൽ മതി എത്ര പേരെ അവിടെ കൊന്നിട്ടുണ്ട്. ഇനി 2021 ശ്രീമാൻ V. മുരളീധരൻ അവിടെ പോയിരുന്നു. അദ്ദേഹം അന്ന് കേന്ദ്ര സഹമന്ത്രിയാണ്. അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന്റെ കാറിന് കല്ലെറിഞ്ഞ് അദ്ദേഹത്തെ ഓടിക്കുകയായിരുന്നു. അന്ന് ഇവിടെ ആഘോഷിച്ചെല്ലാവരും. ഇദ്ദേഹം മുരളീധരനെ അടിച്ചോടിച്ചു ജനമെന്നും പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. കഴിഞ്ഞ ദിവസം മനോരമയിലാണെന്ന് എനിക്ക് തോന്നുന്നു BJP സ്ഥാനാർത്ഥിയെ ജനം വളഞ്ഞിട്ട് തല്ലിയെന്ന്. ആൾക്കൂട്ടം ജനം വളഞ്ഞിട്ട് തല്ലിയെന്ന് അല്ലേ? എന്നാൽ ആ മനോരമ അടക്കമുള്ളവരോട് പറയാനുള്ളത് ഇപ്പൊ തല്ലുന്നതും ജനം തന്നെയാണ്, പാർട്ടിക്കാരുമില്ല. തൃണമൂൽ കോൺഗ്രസിന് ജനം വളഞ്ഞിട്ട് തല്ലുന്നു. കാരണം അവർ ഇതിന് മുമ്പ് ചെയ്ത കാര്യങ്ങൾക്കാണ് കിട്ടുന്നതല്ല. അത് വാങ്ങി കൂട്ടിക്കോളും. പലിശയാണ് ഇപ്പൊ കിട്ടിയത്. ഈ സുവേന്ദു അധികാരത്തിൽ ഏറി കഴിയുമ്പോഴത്തേനും ബാക്കിയോടെ കിട്ടി. ഇത് ആദ്യം തിരിച്ചറിഞ്ഞ് ആരാന്നറിയാവോ? ബംഗ്ലാദേശികളാണ്. ഇവിടെ ധനുഷ് എപ്പോഴും ചോദിക്കുവായിരുന്നു, ഈ ബംഗ്ലാദേശികൾ നമ്മൾ എങ്ങനെ പുറത്താക്കും? 2 കോടി പേരില്ലേന്ന്. ആസാം ഇപ്പൊ ക്ലീൻ ആയി, ഒരു ബംഗ്ലാദേശി അവിടെ ഇല്ല. ബംഗാളിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? രാമായണം കൊണ്ട് ലക്ഷക്കണക്കിന് പേര് ബംഗ്ലാദേശിലേക്ക് എത്തിക്കഴിഞ്ഞു. പോയിക്കൊണ്ടിരിക്കുക. വലിയ ജാഥയായിട്ടാ പോകുന്നത്. ഈ കെട്ടിയും കിടക്കയും സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ജാഥയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അവർ തീർന്നു തുടങ്ങി അവിടെ. അതായത് നമ്മള് ഒരു വെടിപൊട്ടിച്ചില്ല, ഭീഷണിപ്പെടുത്തിയില്ല, ഒന്നും ചെയ്തില്ല. SIR എന്ന പേര് നീക്കം ചെയ്തപ്പോ ദേ പോകുന്നു, ആൾക്കാർ വരിവരിയായിട്ട് പോകുന്നു. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, വലിയ കോമഡിയാണ്. എത്ര മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്യുമെന്ന് അറിയില്ല. നമ്മൾ പിന്നെ ബംഗാൾ കുറച്ചുകൂടെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ SIR വന്നപ്പോ എന്താണ് ഇവിടെ പറഞ്ഞത്? BJPക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് SIR എന്ന് അല്ലേ? SIR ഏറ്റവും കൂടുതൽ ബാധിച്ച് 20 നിയോജക മണ്ഡലങ്ങളിൽ ജയിച്ചത് TMC-യാ. ഞാൻ അന്ന് ഇവിടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഈ വെട്ടി മാറ്റിയത് മുഴുവൻ പിന്നെ ഈ പറയുന്ന ബംഗ്ലാദേശികളെ അല്ല, മമതയുടെ വോട്ടല്ല എന്ന് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനും ഈ വോട്ടെടുപ്പിനും ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു. 80-20 എങ്കിലുമാണ്, ഇല്ലെങ്കിൽ 70-30 എങ്കിലുമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ എന്തായി? 20 മണ്ഡലങ്ങളിൽ ഹിന്ദുക്കളുടെ വോട്ടാണ് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ BJPക്ക് അവിടെ തോറ്റു. SIR ഏറ്റവും കൂടുതൽ നടപ്പാക്കി 20 മണ്ഡലങ്ങളിൽ തോറ്റു അവിടെ. അപ്പൊ പിന്നെ SIR-ന്റെ കുറ്റം പറയാൻ പറ്റൂ? പറയാൻ പറ്റില്ല. എന്തിനാണ് ഇവർ കുറ്റം പറയുന്നത്? അതിനിടയ്ക്ക് മമതയുടെ പുതിയ നാടകം, ഞാൻ രാജിവെക്കില്ല എന്ന്. ഓട്ടോമാറ്റിക്കലി ഇന്ന് തീരും മമത. ഇന്ന് 6-ാം തീയതിയാണ്. ഇന്ന് വരെ അവർക്ക് 5 വർഷമല്ല ഒരു മുഖ്യമന്ത്രിക്ക്. ഇന്നുകൊണ്ട് തീരുകയാണ് അവരുടെ കാലാവധി. ഇപ്പൊ 5 വർഷം കഴിഞ്ഞിട്ടും പിന്നെ ഞാൻ മാറത്തില്ലെന്ന് പറഞ്ഞാൽ ആർക്കും ഇരിക്കാൻ പറ്റും? ഇല്ല. 5 വർഷത്തെ കാലാവധി ഇന്ന് തീരുകയാണ്. ഓട്ടോമാറ്റിക്കലി അവര് ഡിലീറ്റ് ആവുകയാണ്, ഇല്ലെങ്കിൽ അവരുടെ കാലാവധി തീരുകയാണ്. ഇനി അവരുടെ കാലാവധി നീട്ടാൻ രാഷ്ട്രപതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഒരു മന്ത്രിസഭ അവിടുത്തെ സിറ്റുവേഷൻസ് നമ്മുടെ കേരളത്തിലേക്ക് അങ്ങനെ നീട്ടിയിട്ടുണ്ട്. നമുക്ക് നീട്ടാൻ പറ്റും. 1 വർഷത്തേക്കും കൂടെ 6 മാസത്തേക്കും കൂടെ നീട്ടിക്കൊടുക്കാൻ പറ്റും. അത് അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച്. ഇവിടെ എന്ത് സിറ്റുവേഷൻ? ഇലക്ഷനും കഴിഞ്ഞ് പിന്നെ മറ്റൊരു വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ കയറി. അപ്പൊ ഇന്നത്തെ കൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി തീർന്നു. ഇന്ന് വരെ ഉള്ളൂ മമതയ്ക്ക് അവിടെ ഭരിക്കാൻ, ഒരു കെയർടേക്കറായിട്ട് ഇരിക്കാനുള്ള അവകാശം പോലും ഇന്ന് വരെ ഉള്ളൂ. ഇനി 2 ദിവസത്തിനകം 9-ാം തീയതി അവർ 9-ാം തീയതി സെലക്ട് ചെയ്തിരിക്കുന്നത് വളരെ ബുദ്ധിപൂർവ്വമാണ് കേട്ടോ BJP. 9-ാം തീയതി എന്താ പ്രത്യേകം എന്നറിയാവോ? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനം. ആ ദിനം നോക്കിയാണ് അറിയാം. ഇനി അവിടുത്തെ റോഡുകളുടെ ഒക്കെ പേര് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നേതാജി എന്നാക്കിയിട്ടുണ്ട്, രവീന്ദ്രനാഥ് ടാഗോർ എല്ലാം ആക്കിയിട്ടുണ്ട്. അമ്പലങ്ങളെല്ലാം തുറന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം അപ്പൊ ബംഗ്ലാദേശിൽ അഴിച്ചു പണിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത്, നമ്മളൊരു സംസ്ഥാനത്തൊക്കെ തെരഞ്ഞെടുപ്പ് നടന്ന 1-2 ദിവസമൊക്കെ ആഘോഷിക്കും അല്ലേ? രാവും പകലും ആഘോഷിച്ചിട്ടിരിക്കുകയാണ് ബംഗാളിലെ ജനം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ആഘോഷത്തിന്റെ വീഡിയോ തന്നെയായിരുന്നു. രാത്രിയും പകലൊക്കെ ഇതിങ്ങനെ അർമാദിക്കുകയാണ്. മറ്റേ ഈ ഡോലക്കും ഒക്കെ എടുത്തിട്ട് അങ്ങ് അർമാദിക്കുകയാണ്. കാരണം അവര് എന്നിട്ട് അവർ ഏറ്റവും കൂടുതൽ നന്ദി പറയും ഇന്ത്യൻ സേനയ്ക്ക്. നിങ്ങളാണ് ഞങ്ങൾക്ക് ഈ ധൈര്യം തന്നത്, വോട്ട് ചെയ്യാനുള്ള ധൈര്യം തന്നതെന്ന് പറഞ്ഞ് അവരെ അനുമോദിക്കുന്നു. അങ്ങ് തുള്ളിച്ചാണ്. ഇതിനിടയ്ക്ക് കമ്മികളൊക്കെ വരുന്നുണ്ട്, ഭയന്നാണ് അവർ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ. തൃണമൂലിന്റെ ഗുഡുകളൊക്കെ വീട്ടിൽ പോകുന്നു, വിളിച്ചിറക്കുന്നു, തല്ലുന്നു. മുമ്പ് ഹിന്ദുക്കളോട് ചെയ്ത അതേ മാതൃക അവന്റെയൊക്കെ വീടുകൾ, ഗുണ്ടായ കേന്ദ്രങ്ങളും അവർ തീയിടുന്നു. ഇതൊക്കെ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ല. അത് തന്നെയാണ്. അതൊന്നും ന്യായീകരിക്കാൻ ആകെ സുഡാപ്പുകൾ മാത്രമേ വരൂ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം അവർ നമ്മളെക്കാൾ BJP-ക്കാരെക്കാൾ കൂടുതൽ തിക്തപരം അനുഭവിച്ചവരാണ്. ഇനി മറ്റേ ഇവര് കോൺഗ്രസ്സുകാർക്ക് പറ്റൂ? കോൺഗ്രസ്സുകാരെ തേച്ചൊട്ടിച്ചു. രാഹുൽ ഗാന്ധി പോലും പരസ്യമായിട്ട് വന്ന് പറഞ്ഞിട്ട് പോയില്ലേ?
മമത പ്രശ്നകാരിയാണെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? മമതയ്ക്കെതിരെ മത്സരിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് മത്സരിക്കാൻ ശ്രമിച്ചത്? അല്ല, ഇപ്പൊ രാഹുൽ ഗാന്ധി ബംഗാളിലേക്ക് എത്തും, അഖിലേഷ് യാദവ് പറയുന്നത് ബംഗാളിലേക്ക് എത്തും, ഇവിടെ വോട്ട് ജോലിയാണ് നടന്നത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇപ്പോ. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് എവിടെ പിടിക്കണമെന്ന് അറിയത്തില്ല, അതാണ് സംഭവം. എവിടെ പിടിച്ചാൽ കേരളം എന്നറിയില്ല. കുറച്ചു ദിവസം മുമ്പ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലായിരുന്നു. ഇവിടെയാണ് ഇങ്ങനെ പുള്ളി എവിടെങ്കിലുമൊക്കെ പിടിച്ച് പുള്ളിക്ക് ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ നടക്കുന്നത്. നമ്മൾ ഈ കണ്ടന്റ് അന്വേഷിച്ച് നടക്കുന്ന ചില ബ്ലോഗർമാരുണ്ട് വൈറലാകാൻ വേണ്ടി, കണ്ടന്റ് അന്വേഷിച്ച്. ഇവരെ നമ്മൾ അടുത്തറിയുമ്പോഴാണ് ഭയങ്കര ഇവർ പ്രാന്ത് പിടിച്ചാണ് നടക്കുന്നത്. കാരണം എന്താ, ഇവർക്ക് കണ്ടന്റ് ഇല്ല. എന്ത് കണ്ടന്റ്, തലവ് തിന്ന കണ്ടന്റ് ഉണ്ടാവുമോ, അതോ തീ വിഴുങ്ങിയ കണ്ടന്റ് ഉണ്ടാവുമോ, മണ്ണെണ്ണ എടുത്ത് തല ഒഴിക്കണോ, ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരുത്തം വന്നിട്ട് പറയുന്നത് സൈനൈഡ് എടുത്ത് എഴുതി ഇതുവരെ ആരും ഇങ്ങനത്തെ ഒരു കണ്ടന്റ് എടുത്തിട്ടില്ല, സൈനൈഡ് എടുത്താൽ വൈറലാകുന്നത്. ഉടനെ ഇവനോടും സൈനൈഡ് എടുക്കാൻ. ഈ സെയിം സാധനം രാഹുൽ ഗാന്ധി ഇപ്പൊ. കാരണം അദ്ദേഹത്തിന് എവിടെ പിടിക്കണമെന്ന് അറിയത്തില്ല, എവിടെ പിടിച്ചാൽ കയറാമെന്ന് അറിയത്തില്ല. ഇനി അഖിലേഷ് യാദവിന്റെ കഥ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം ഇപ്പൊ അവിടെ എന്താ നടക്കുന്നതെന്ന്. ഏതായാലും മമതയുടെ ഈ നാടകമാണ്. എന്നിട്ട് മമത ഇപ്പൊ അവർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, ഞാനിപ്പോ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അവിടെ ലോക്സഭയിലേക്ക്, അവിടെ മത്സരിക്കുന്നതാണ്. അവിടെ മത്സരിക്കുമെന്ന് പറയുമ്പോഴും ഭയമാണ് അവർക്ക് മത്സരിക്കാൻ. അവിടെ ജയിക്കുമോ ഇല്ലോ എന്ന് ഉറപ്പില്ല. ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ. ഇനി വേറൊരു കാര്യമുണ്ട്, തൃണമൂൽ കോൺഗ്രസിന്റെ എത്ര MLA അവരുടെ കൂടെ നിൽക്കും, എത്ര MP അവരുടെ കൂടെ നിൽക്കും? ആരും നിൽക്കാൻ സാധ്യത. അധികാരം പോയി കഴിഞ്ഞാൽ അവിടുത്തെ പോലീസുകാർ നൃത്തം ചെയ്ത വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ പോലീസൊക്കെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുകയാണ് TMCയുടെ ആൾക്കാരത്. അപ്പൊ ആ പോലീസുകാർ പോലും കഴിഞ്ഞ 15 വർഷമായിട്ട് പട്ടിപ്പണി എടുത്തോണ്ടിരിക്കുകയായിരുന്നു, അവിടെ അടിമപ്പണി എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ പോലും ഇവന്മാർ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അത് കുറെ പോലീസുകാർ അഴിമതിക്കാരായി മാറി. കുറെ പോലീസുകാർ, ഈ ആർജവമുള്ള പോലീസുകാരുണ്ടല്ലോ, ഈ നടപടി എടുക്കണമെന്നുള്ളതും ഇല്ലെങ്കിൽ കേസ് അന്വേഷിക്കണം എന്നുള്ള പോലീസ്, അവരുടെ കയ്യും കാലും കെട്ടിട്ട് അടിമകളെ കണക്ക്, വെറും ഒരു നികൃഷ്ട ജീവികളെ കണക്ക് അവരിട്ടിരിക്കുന്നു. അവരൊക്കെ ഇപ്പൊ ആത്മാഭിമാനത്തോട് തിരിച്ചു വരികയും തൃണമൂലിന്റെ ഗുണ്ടകളെ അട്ടിച്ചോടിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കാഴ്ചയുണ്ടോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ആ പാവങ്ങളൊക്കെ 15 വർഷം അനുഭവിച്ച ദുരിതം ഒരു ജോലിയാണ്. അവർക്ക് ലോ ആൻഡ് ഓർഡർ നടപ്പാക്കേണ്ട ജോലിയുള്ള ഉദ്യോഗസ്ഥന്മാര് അവർ ആത്മവീര്യം ചോർത്തിക്കളഞ്ഞ അടിമകളായിട്ട് നിർത്തിയാണ് മമത ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് അവർക്ക് ഉയർത്തെഴുന്നേൽപ്പ് വന്നിരിക്കുന്നു. ഇവിടെയല്ലേ BJP പറഞ്ഞത് ഞങ്ങൾ ഇതൊരു വലിയ വികസിത സംസ്ഥാനമാക്കി മാറ്റുന്നത്? വളരെ കറക്റ്റ്. ഇപ്പൊ തന്നെ പകുതി വികസിച്ചവിടെ. കാരണം ഈ ടോൾ എടുത്ത് കളഞ്ഞതോട് തന്നെ ഒരു വികസനമായി, ഗുണ്ടായിസം അവിടെ ഇല്ലാതാക്കി. ഇനി സുവേന്ദു അധികാരി വന്നു കഴിഞ്ഞാൽ പടപടാന്ന് ക്രമസമാധാന നിലയിൽ ഒന്ന് ക്ലിയർ ആകും. ഇനിയാണ് ബംഗാളിൽ യഥാർത്ഥത്തിലുള്ള വികസനം. നമ്മളൊന്ന് ആലോചിക്കണം, ബംഗാൾ എന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ സാംസ്കാരിക സംസ്ഥാനമാണ്. ഒരുപക്ഷെ ദില്ലിയേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരുപാട് ചരിത്രം ഇറങ്ങുന്ന വികസനത്തിന്റെ അങ്ങേയറ്റം പോകാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷേ അവിടെ പോർട്ടുണ്ട്, പിന്നെ റെയിൽവേ ഉണ്ട്, പിന്നെ വിഭവ സമാഹരണമുണ്ട്, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഒരു മെയിൻ കവാടം, ബംഗ്ലാദേശിലേക്കുള്ള ഒരു മെയിൻ കവാടം. ഇത്രയും ഉള്ളൊരു സംസ്ഥാനം ഇന്ന് പിച്ചച്ചട്ടി എടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി മമത മാത്രമല്ല, അതിന് മുമ്പ് ഭരിച്ച CPM ഉണ്ട്, അതിന് മുമ്പ് ഭരിച്ച കോൺഗ്രസ് അതിന് ഉത്തരവാദികളാണ്.